ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീശിയൊന്നും അടിക്കാണ്ട് നമുക്ക് കൈകൊണ്ട് പരത്തിയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം പാത്രത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. നന്നായിട്ട് ആ മൈദപ്പൊടിയായിട്ട് നല്ലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പം 3 കപ്പ് മൈദപ്പൊടിയിൽ 9 പീസ് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൂട്ടാം, മൈദപ്പൊടിയുടെ അളവ് കൂട്ടാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലിൽ മൈദ നന്നായിട്ട് കുഴച്ചെടുക്കണം. പാൽ പോരെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു അളവിൽ കുഴച്ചതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഏറ്റവും നമുക്ക് ഈ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ കുഴക്കൽ. അതായത് ഒരു 15 മിനിറ്റ് മാക്സിമം നന്നായിട്ട് കുഴക്കണം. ശേഷം ഈ ഒരു അളവിലാണ് നമ്മുടെ മൈദ ഉണ്ടാവുക. ഇത് നമുക്ക് ഒരു ഓയിൽ ഒഴിച്ച് വെച്ചാൽ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് ഈ മൈദയും മിക്സും വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് ഒരു 2 മണിക്കൂർ മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി 2 മണിക്കൂറിന് ശേഷം ഈ ഒരു ഇതിലാണ് ഉണ്ടാവുക നമ്മുടെ മൈദപ്പൊടി. നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇനി ഓരോരോ ബൗൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഞാൻ പറഞ്ഞില്ലേ 9 ബൗൾസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 9 പൊറോട്ടയുടെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു മീഡിയം ടൈപ്പ് പൊറോട്ട നമുക്ക് ഇത് 9 എണ്ണം കിട്ടും. പിന്നെ അതിൽ കൂടുതൽ വേണ്ടവർ ഈ മൈദയുടെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. 50 ഈ ബൗൾസിൻ്റെ മുകളിലേക്കും ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് മാക്സിമം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം അതുപോലെ നമുക്ക് ഓരോന്നെടുത്തിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് ഇത് നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഓയിൽ അധികം നമ്മളെ കൗണ്ടർ ടോപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമുക്കിതിങ്ങനെ വലിയ കിട്ടത്തില്ല. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് കഴിയുന്ന അത്രയും പരത്തണം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മൈദപ്പൊടിയുടെ കുറച്ച് പൊടി ആഡ് ചെയ്ത് വിതറി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വലിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. ഈ ഒരളവിൽ നമുക്ക് ചുറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. വീശി അടിക്കാണ്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു അളവ് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 9 മാവ് നമ്മൾ പരത്തിയെടുത്തിട്ട് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരളവിൽ നന്നായിട്ട് ചുറ്റി വെക്കാം. അങ്ങനെ ഈ 50 എണ്ണവും ഞാൻ അങ്ങനെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചുരുട്ടിയ ആ ഒരു പൊറോട്ട കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. കൈനെ കൊണ്ട് തന്നെയാണ് അതും പരത്തേണ്ടത്. നമുക്ക് ചൂടുള്ള കല്ലിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പാടെ തന്നെ അത് മറിച്ചിട്ട് കൊടുക്കണം. അധികം അതിങ്ങനെ ഗോൾഡൻ ഷെയ്ഡ് ആവാൻ കാത്തിക്കറ് പെട്ടെന്ന് മറിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, മറിച്ചിടുക, പിന്നെ ഓയിൽ ഒഴിച്ചെടുക്കുക, മറിച്ചിടുക. അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആവുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ചൂടോടെ ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതും ചുട്ടെടുക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. 2 പീസ് ആകുന്ന സമയത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ചൂടുണ്ടാവും. ചൂടോടെയാണ് ഇത് അടിച്ചെടുക്കേണ്ടത്.
നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ട റെഡിയാവും കേട്ടോ. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും സക്സസ്ഫുൾ ആവും. ഓക്കെ, ബൈ.